ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമായ പാകിസ്ഥാനിൽ വീണ്ടും സൈനിക അട്ടിമറിക്ക് കളമൊരുങ്ങുന്നതായി റിപ്പോർട്ട്. പാക് സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീർ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിനെ അട്ടിമറിച്ച് അധികാരം പിടിക്കാൻ നീക്കം തുടങ്ങിയെന്നാണ് വിവരം. പാകിസ്ഥാനിലെ സ്ഥിതി നിരീക്ഷിച്ചു വരികയാണ് ഭാരതം. പാകിസ്ഥാനിലെ ഭരണ സംവിധാനം പൂർണ്ണമായും തകർന്നു തരിപ്പണമായെന്ന ആഭ്യന്തരമന്ത്രി മൊഹസിൻ നഖ്വിയുടെ പരാമർശത്തെ ഉദ്ധരിച്ചാണ് പാകിസ്ഥാനിൽ സൈനിക അട്ടിമറിക്ക് കളമൊരുങ്ങുന്നെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. പാക് സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീറിന്റെ വിശ്വസ്തനും ഷഹബാസ് ഷെരീഫ് മന്ത്രിസഭയിലെ ശക്തനുമായ മൊഹസിൻ നഖ്വിയുടെ തുറന്നു പറച്ചിൽ സൈനിക അട്ടിമറിയുടെ കളമൊരുക്കലെന്നാണ് വിലയിരുത്തൽ. നിലവിലെ ഭരണകൂടത്തെ അട്ടിമറിച്ച് നേരിട്ട് അധികാരം പിടിക്കാൻ സൈന്യം ശ്രമം തുടങ്ങിയതായാണ് വിവരം. പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ ഓഫീസിലിരുത്തി വിദേശനയം, ആഭ്യന്തര സുരക്ഷ, ഭരണപരമായ തീരുമാനങ്ങൾ എന്നിവയെല്ലാം നിർണ്ണയിക്കുന്നത് റാവൽപിണ്ടിയിലെ സൈനിക ആസ്ഥാനത്ത് നിന്നാണ് എന്നുള്ള ആരോപണം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. പാക് അധിനിവേശ ജമ്മു കാശ്മീരിലെ ജനകീയ പ്രക്ഷോഭങ്ങൾ, ബലൂചിസ്ഥാനിലും ഖൈബർ പഖ്തൂൺഖ്വയിലും പാക് സൈന്യത്തിനെതിരെ നടക്കുന്ന ജനങ്ങളുടെ പോരാട്ടം, രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി എന്നിവയാൽ പാക് ഭരണകൂടം നട്ടം തിരിയുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഭരണ ചുമതല പൂർണ്ണമായും സൈന്യം ഏറ്റെടുക്കാൻ പദ്ധതിയിടുന്നത്. അതേസമയം പാകിസ്ഥാനിലെ സ്ഥിതി വിദേശകാര്യ മന്ത്രാലയം നിരീക്ഷിക്കുകയാണ്. ജനം, ഡൽഹി.